ലൈല മജ്നു, ലൈലയുടെ ഭ്രാന്തൻ. ഇന്നത്തെ സൗദി അറേബ്യയിലെ അഫ്ലിജ് പട്ടണത്തിൻ്റെ ഹൃദയമാണ് ലൈല എന്ന ഗ്രാമം. അറബ് ലോകം അത്രമേൽ പ്രണയത്തോടെ വിളിക്കുന്ന പേരാണ് ലൈല. ഇവിടെയാണ് ലൈലയും ലൈലയുടെ മജ്നുവായ കായിസും ജനിക്കുന്നതും. ലൈല മജ്നുവിൻ്റെ കഥ കേട്ട പേർഷ്യൻ ചക്രവർത്തി ലൈലയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ലൈലയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല, അഥവാ ലൈല സുന്ദരിയാണെന്നും തോന്നിയില്ല. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. കാരണം കൈസ് ഭ്രാന്തനാകാൻ മാത്രമുള്ള സൗന്ദര്യം ലൈലക്കുണ്ടെന്ന കണക്കുകൂട്ടലുകളോട് കൂടിയാണ് വിളിച്ചത്. പക്ഷേ അയാളുടെ കണ്ണിൽ അങ്ങനെ ഒരു സൗന്ദര്യം അവളിൽ കണ്ടില്ല. അപ്പോൾ ലൈലയോട് അയാൾ ചോദിച്ചു, നിന്നെ കണ്ടിട്ടാണോ ഗൈസ് ഭ്രാന്തനായ മജ്നുവിനായത്? അതിനു മാത്രം എന്ത് സൗന്ദര്യമാണ് നിനക്ക്? അപ്പോൾ ലൈല പറഞ്ഞു, മിണ്ടാതിരിക്കൂ, നിങ്ങൾ ഗൈസല്ല, ഗൈസിനെ എൻ്റെ സൗന്ദര്യം കാണാൻ കഴിയൂ. മജ്നുവിൻ്റെ ശ്വാസമായിരുന്നു ലൈല. ഒരു നിമിഷം പോലും ശ്വാസം നിന്ന് പോയാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെയായിരുന്നു മജ്നുവിൻ്റെ പ്രണയം. അതുപോലെ തന്നെ ഭ്രാന്തനായ മജ്നുവിനെ നീ എന്തിനാണ് പ്രണയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലൈല പറയുന്നുണ്ട്, മജ്നുവിൻ്റെ ഭംഗി കാണണമെങ്കിൽ ലൈലയുടെ കണ്ണുകൊണ്ട് നോക്കണം. ലൈലയുടെ വളർത്തുനായയെ കണ്ടപ്പോൾ ലൈലയുടെ വീട് കണ്ടെത്താൻ ഗൈസ് നായയുടെ പുറകിൽ ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട് ലൈല മജ്നുവിൽ. ഓടുന്ന വഴിയിൽ ഒരു സംഘം ആളുകൾ നമസ്കരിക്കുന്നുണ്ടായിരുന്നു. തിരികെ വന്നപ്പോൾ അവർ ഗൈസിനോട് ചോദിച്ചു, ഞങ്ങൾ നമസ്കരിക്കുന്നത് നീ കണ്ടില്ലേ? എന്തുകൊണ്ട് നീ നമസ്കാരത്തിൽ പങ്കെടുത്തില്ല? അപ്പോൾ ഗൈസ് പറയുന്നുണ്ട്, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. എൻ്റെ ലക്ഷ്യം ലൈലയായിരുന്നു. ഞാൻ ലൈലയെ തേടിയതുപോലെ നിങ്ങൾ പടച്ചവനെ തേടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു.